സർവീസിലിരുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു പോലീസ് ഓഫീസറായിരുന്നു. IPS ഏറ്റവും ക്രിമിനൽ മൈൻഡ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പണത്തോട് ഇത്രയേറെ ആർത്തിയുള്ള മറ്റൊരു IPS ഓഫീസറും ഇല്ലായിരുന്നു തന്നെയാണ് പറയാം. അതേസമയം ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുകയും ദൈവത്തിൽ അർപ്പിക്കുകയും ചെയ്തു എന്ന് പറയുകയും അതേ സമയത്ത് തന്നെ പണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നീങ്ങുകയൊക്കെ ചെയ്ത ഒരു കുപ്രസിദ്ധ പോലീസ് ഓഫീസറായിരുന്നു ടോമിൻ തച്ചങ്കരി എന്നുള്ളത് കേരളത്തിലെല്ലാവർക്കും അറിയാം. സർവീസിലിരിക്കുമ്പോൾ തന്നെ പണം എവിടെ നിന്നാണ്, കമ്മീഷൻ എവിടെ നിന്നാണ് കൃത്യമായി ലഭിക്കുക എന്ന് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് അത്തരം സ്ഥാപനങ്ങളുടെ ചുമതലക്കാരനായിരിക്കുന്നതിലായിരുന്നു അദ്ദേഹം താല്പര്യം. ലോ ആൻഡ് ഓർഡറൊക്കെ പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം US അച്യുതാനന്ദൻ ഒരു പോലീസ് ഓഫീസറെ എല്ലാ കാലത്തേക്കും ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിരിക്കും അദ്ദേഹം വലിയ കള്ളനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. രേഷേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മളൊക്കെ കോളേജിൽ പഠിച്ച സമയത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും ഊറ്റം കൊണ്ട് വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത് പോടാ പുല്ലേ പോലീസേ എന്നുള്ളതായിരിക്കും. ഇന്ന് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് പോലീസിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരാൾ തന്നെ പോടാ പുല്ലേ പോലീസേ എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഒരു IPS റാങ്കിലുള്ള ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥ റിട്ടയർഡായി രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണിത്. അതുപോലെ തന്നെ IAS രംഗത്തും ഇത്തരത്തിലുള്ള പല മണ്ടത്തരങ്ങളും കാണിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കമന്നു വീണാൽ കാശ് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഒരു IPS ഉദ്യോഗസ്ഥനും കേരളത്തിൽ ഉണ്ടായിരുന്നു. മഹാകവി ടോമിൻ തച്ചങ്കരി ആയിരിക്കും. ടോമിൻ തച്ചങ്കരിയെ കുറിച്ചാണ് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മൾ ഈ സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരിത്. അതായത് വ്യാജ CDകൾക്കെതിരായിട്ട് റെയ്ഡിന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ സ്റ്റുഡിയോയിൽ വ്യാജൻ അടിച്ചുകൊണ്ടിരിക്കുക. ഇതിനേക്കാളും വളരെ രസകരമായിട്ടുള്ളൊരു എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലം കിടപ്പുണ്ട്, അറിയായിരിക്കും. എറണാകുളത്തിൻ്റെ കണ്ണായ ഭാഗത്ത് എന്ന് പറയാവുന്ന രീതിയിൽ ബൈപ്പാസിനോട് ചേർന്ന് കിടക്കുന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലം വിൽക്കാനായിട്ട് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് ബ്രോക്കർമാർക്ക് പേടിയാണ്. കാരണം വേറൊന്നുമല്ല, കച്ചവടമായി കഴിഞ്ഞാൽ പുള്ളി ഇവർക്കൊന്നും കൊടുക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കാനായിട്ടുള്ളൊരു കാരണം, ഈ കഴിഞ്ഞ ദിവസം റിട്ടയർഡ് ആയതിനു ശേഷവും അധികാരത്തിൻ്റെ ആ ഒരു ഹുങ്കിൽ അങ്ങ് ജീവിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ 3 സ്റ്റാറുള്ള വാഹനത്തിൽ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളത്. ഏതൊരു മാധ്യമപ്രവർത്തകൻ പെട്ടെന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് ഡ്രൈവർ വന്ന് അതിൻ്റെ സ്റ്റാർ ഊരിവെച്ചു എന്നാണ്. എന്താണ് രാജേട്ടന് പറയാനായിട്ടുള്ള ഈ ഒരു സംഭവങ്ങളെല്ലാം കണക്ട് ചെയ്തു? ഈ ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്നത് ദീർഘകാലം സർവീസിലിരുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു പോലീസ് ഓഫീസറായിരുന്നു. IPS ഏറ്റവും ക്രിമിനൽ മൈൻഡ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പണത്തോട് ഇത്രയേറെ ആർത്തിയുള്ള മറ്റൊരു IPS ഓഫീസറും ഇല്ലായിരുന്നു തന്നെയാണ് പറയാം. അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധിയായ ആരോപണങ്ങളുണ്ട്. അത് നടപടിക്ക് വിധേയമായതുണ്ട്, പുറത്ത് വരാത്തതുണ്ട്. നിരവധി ആരോപണങ്ങളിലൂടെ കടന്നുപോയ ആ ഒരു പോലീസ് ഓഫീസറായിരുന്നു ടോമിൻ തച്ചങ്കരി. ടോമിൻ തച്ചങ്കരി ശരിക്കും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു സംഗീത സംവിധായകനായി ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പിന്നീട് അദ്ദേഹം മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം സിവിൽ സർവീസിന് പോവുകയും IPS എടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെതിരെ ആദ്യമായി പത്രങ്ങളിൽ വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് 1991 ആലപ്പുഴ സ്വദേശിയായ സുജ എന്ന ഒരു സ്ത്രീ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അയൽക്കാരനായിരുന്ന പ്രകാശൻ എന്ന ആളെ കസ്റ്റഡിയിലെടുക്കുകയും അതിക്രൂരമായി ദിവസങ്ങളോളം നീണ്ടുന്ന ഇൻട്രോഗേഷനിൽ വലിയ രീതിയിൽ ശാരീരികമായി പരിക്കേൽക്കുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതിക്രൂരമായി പീഡിപ്പിച്ചു അദ്ദേഹത്തെ, ശാരീരികമായി പീഡിപ്പിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഒടുവിൽ അദ്ദേഹം അല്ല, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയുകയും പ്രകാശൻ പിന്നീട് കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി വരെ അദ്ദേഹത്തിനെതിരെ കേസുമായി പോവുകയും ചെയ്തു. അത് പിന്നീട് സർവീസിൽ തന്നെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കെ പിന്നീട് അദ്ദേഹത്തെ പോയി കണ്ട് ഈ കേസ് സെറ്റിൽ ചെയ്യായിരുന്നു. തനിക്ക് ഒരു പരാതിയില്ല എന്ന് പറഞ്ഞു. കാരണം അത്രയും കേസ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പ്രകാശനം മാറിയിരുന്നു. കാരണം വലിയ സാമ്പത്തിക ബാധ്യത വരുന്നതാണ്, സുപ്രീം കോടതി വരെയൊക്കെ കേസുമായി പോകുക എന്നുള്ളത്. ഈ ഒരു സംഭവത്തോടു കൂടിയാണ്, 1991 നടന്ന ഈ സംഭവത്തോടു കൂടിയാണ് ടോമിൻ തച്ചങ്കരി എന്ന പോലീസ് ഓഫീസർ പ്രസിദ്ധനാവുന്നത്. പ്രസിദ്ധൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കുപ്രസിദ്ധനാവുന്നത് എന്ന് പറയുന്നതായിരിക്കും. അദ്ദേഹം നിരവധി ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുടെ രചയിതാവ് കൂടിയാണ്. ഒരേ സമയം ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുകയും ദൈവത്തിൽ അർപ്പിക്കുകയും ചെയ്തു എന്ന് പറയുകയും അതേ സമയത്ത് തന്നെ പണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നീങ്ങുകയൊക്കെ ചെയ്ത ഒരു കുപ്രസിദ്ധ പോലീസ് ഓഫീസറായിരുന്നു ടോമിൻ തച്ചങ്കരി എന്നുള്ളത് കേരളത്തിലെല്ലാവർക്കും അറിയാം.
പക്ഷേ അദ്ദേഹത്തിന് എല്ലാ കാലത്തും പല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ, രാഷ്ട്രീയക്കാരുടെ പ്രൊട്ടക്ഷൻ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് സർവീസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് പോലീസിൻ്റെ ഉന്നത പോസ്റ്റുകളിൽ എത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പോലീസ് മേധാവിയാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് വളരെ മോശമായിരുന്നതുകൊണ്ട് ആ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതിൽ വലിയ മാനസികമായി തകർന്നാണ് അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തത്. ഈ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ടോമിൻ ജെ തച്ചങ്കരി എന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. എനിക്ക് ടോമിൻ ജെ തച്ചങ്കരി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരിത്, നമ്മുടെ കാക്കനാട് ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട്, ഗവൺമെന്റിന്റെ ഒരു, അതിന്റെ MD ആയിരുന്നല്ലോ പുള്ളി, MD ആയിരുന്നു. വേറൊരു കഥയും കൂടി പറയാം. ഇദ്ദേഹം ഒരിക്കലും പോലീസ് ഓഫീസർ ആയിരിക്കാനായിരുന്നില്ല പുള്ളിക്ക് ഇഷ്ടം. പുള്ളി KSRTC MD ആയിരിക്കുന്നു, അതുപോലെ തന്നെ ഈ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് MD ആയിരിക്കുന്നു, KSFE MD ആയിരിക്കുന്നു. അങ്ങനെ പല സ്ഥാപനങ്ങളുടെയും MD ആയിരുന്നു. ബവ്കോന്റെ ഒക്കെ MD ആയിട്ടിരുന്ന ആളാണ്. അപ്പം സർവീസിലിരിക്കുമ്പോൾ തന്നെ പണം എവിടെ നിന്നാണ്, കമ്മീഷൻ എവിടെ നിന്നാണ് കൃത്യമായി ലഭിക്കുക എന്ന് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് അത്തരം സ്ഥാപനങ്ങളുടെ ചുമതലക്കാരനായിരിക്കുന്നതിലായിരുന്നു അദ്ദേഹം താല്പര്യം. ലോ ആൻഡ് ഓർഡറൊക്കെ പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ ഒരുമിച്ച് പണം വരാനുള്ള മാർഗങ്ങളാണ്. ഇപ്പം നേരത്തെ അവരുടെ റിയാൻ സ്റ്റുഡിയോ ആയിരുന്നു, അത് തമ്മനത്താണ്, എറണാകുളം തമ്മനത്താണ് റിയാൻ സ്റ്റുഡിയോ. ഈ റിയാൻ സ്റ്റുഡിയോ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് കേസെടുക്കുകയും അവിടെ റെയ്ഡ് ചെയ്യുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ വ്യാജ CD ബന്ധപ്പെട്ടുള്ള ഒരു വിവാദമുണ്ട്. അല്ലാതെ ഈ അനധികൃത സ്വത്ത് സമ്പാദന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലായിരുന്നു, അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല പാവം, അവരുടെ പേരിലായിരുന്നു ഈ സ്ഥാപനം ഉണ്ടായിരുന്നത്, റിയാൻ സ്റ്റുഡിയോയിൽ വന്ന റെയ്ഡ് അന്ന് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. പിന്നെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ വിദേശയാത്ര നടത്തുന്ന സമയത്ത് സർക്കാരിൻ്റെ ഒന്നും അറിവില്ലാതെ ഇദ്ദേഹവും വിദേശയാത്ര നടത്തി എന്നുള്ളത് അന്ന് വലിയ വിവാദമായിരുന്നു. മറ്റൊരു വലിയ വിവാദം എന്ന് പറയുന്നത് തടിയൻ്റെ ഇവിടെ നസീർ എന്ന് പറഞ്ഞ ഒരു ക്രിമിനലിന്റെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ആരും അറിയാതെ ബാംഗ്ലൂരിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് VS അച്യുതാനന്ദനാണ് അത് വലിയ വിഷയമാക്കിയൊക്കെ ഉയർത്തി. അന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ VS അച്യുതാനന്ദൻ എല്ലാ കാലത്തും ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയിരുന്ന ഒരു IPS ഓഫീസറായിരുന്നു ഈ ടോമിൻ തച്ചങ്കരി. ഇതും കൂടി കാണണം. കാരണം VS അച്യുതാനന്ദൻ ഒരു പോലീസ് ഓഫീസറെ എല്ലാ കാലത്തേക്കും ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയിരുന്ന ഉറപ്പായിരിക്കും അദ്ദേഹം വലിയ കള്ളനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് കള്ളന്മാരിൽ കള്ളനായ ടോമിൻ തച്ചങ്കരിയെ എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും സംരക്ഷിച്ചിരുന്നു, VS ഒഴികെ എന്നുള്ളതാണ് നമ്മളിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു സംഭവം. അതുപോലെ തന്നെ എനിക്ക് പല പോലീസ് സിനിമകളിലും ഈ ലാലു അലക്സിൻ്റെ ചില കഥാപാത്രങ്ങളുണ്ട്. ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. മുഖ്യമന്ത്രിമാരെയും അതുപോലെ മന്ത്രിമാരെയും കൃത്യമായി സുഖിപ്പിച്ചുകൊണ്ട് പോലീസ് തലപ്പത്ത് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഓഫീസർ. ആ ക്യാരക്ടറിനെ കാണുമ്പോഴെല്ലാം ഈ തച്ചങ്കരിയുടെ എന്തൊക്കെയോ മാനരസങ്ങൾ അദ്ദേഹത്തിലുണ്ടോ എന്ന്. ഈ തച്ചങ്കരി പല സിനിമകളിലും കഥാപാത്രങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ ജഗതി ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ആയിട്ടുള്ള ഒരു, കാരണം പ്രതികളെയൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് എൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി പറയുകയും പാട്ട് കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അവരെ ഓരോ കാസറ്റ് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ കേസിലൊക്കെ പിടിച്ച് അവരുടെ കാസറ്റ് പിടിച്ച് അവരെ അടിച്ചേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഭക്തിഗാനങ്ങൾ വ്യാപകമായിട്ട് അക്കാലത്ത് ഈ പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഭക്തിഗാനങ്ങൾ ഒരുപാട് എഴുതുകയും അതിൻ്റെ CD പോട്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വിൽക്കാനൊക്കെ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്ത ഒരു പോലീസ് ഓഫീസർ കൂടിയായിരുന്നു തച്ചങ്കരി. അതുകൊണ്ട് തച്ചങ്കരി ഒരു പോലീസ് ഓഫീസർ എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് തച്ചങ്കരി, അതുപോലെ തന്നെ R ശ്രീലേഖ, അങ്ങനെയുള്ള ഈ മുൻ IPS ഓഫീസർമാരെന്നുള്ളത് നമ്മൾ കാണണം. അതുകൊണ്ട് ഈ തച്ചങ്കരി ഇപ്പോഴും പോലീസിൽ ആരുടെയൊക്കെയോ ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ പല നേതാക്കന്മാരുടെയും ഒക്കെ ആളായിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് നമ്മൾ ഒരു മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും റിട്ടയർ ചെയ്ത് 3 വർഷം കഴിഞ്ഞിട്ടും പോലീസിൻ്റെ സൗകര്യങ്ങൾ അദ്ദേഹം, അതുമാത്രമല്ല സർക്കാരിൻ്റെ പോലീസ് വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സീരീസ് നമ്പറുള്ള ഫോണും അദ്ദേഹം ഉപയോഗിക്കുന്നില്ലാണ്. അത് ഭയങ്കര വേറൊരു തരത്തിൽ വലുതാണ്. കാരണം പോലീസിലുള്ള പല രഹസ്യങ്ങളും അദ്ദേഹവും അറിയുന്നുണ്ടാവും, പോലീസിൽ പല രീതിയിൽ ഇടപെടൽ നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ സീരീസ് നമ്പർ ആകുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില പ്രിവിലേജുകൾ വേറെയുണ്ട്. ഈ 3 സ്റ്റാർ ഉപയോഗിച്ചുകൊണ്ട് കാർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ
കുറ്റകരമാണ് ഈ BSNLന്റെ ഈ സീരീസ് നമ്പർ ഉപയോഗിക്കുന്നത്. അദ്ദേഹം വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഫോൺ നമ്പർ. അപ്പം എങ്ങനെയാണ് അതങ്ങനെ സാധിക്കുന്നത്? എങ്ങനെയാണ് പോലീസ് ഓഫീസർമാർ ഇപ്പോഴും അദ്ദേഹത്തെ സഹായിക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും റിട്ടയർ ചെയ്തിട്ട് എങ്ങനെയാണ് പോലീസായിട്ട് തന്നെ ജീവിക്കുന്നത് എന്നുള്ളത് അത്ഭുതകരമാണ്. പലർക്കും പല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ലോക്നാഥ് ബെഹ്റ ഇപ്പോഴും റിട്ടയർ ചെയ്തതിന് ശേഷവും കേരളത്തിൽ തുടരുന്നത് മെട്രോ MD ആയിട്ടാണ്. അതുപോലെ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനമൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും അദ്ദേഹവും ഇപ്പം ഏതൊക്കെയോ തരത്തിലുള്ള ഈ സുഖസൗകര്യങ്ങളൊക്കെ റിട്ടയർ ചെയ്തതിന് ശേഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ദുരൂഹമാണ്. ഇതിലൊക്കെ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇത്തരം ക്രിമിനലുകളായ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഏറ്റവും കൂടുതൽ കമ്മീഷൻ കൈപ്പറ്റിയിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ 3 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതിലൊന്നാമത്തെ കാര്യം KSRTC. ഇപ്പോഴും ഒരുമാതിരിപ്പെട്ട മലയാളികളൊക്കെ കണ്ടിട്ടുള്ളൊരു ഫോട്ടോ ആയിരിക്കും. തച്ചങ്കരി KSRTC കണ്ടക്ടറുടെ യൂണിഫോം ഇട്ട് തല പുറത്തേക്ക് ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പത്രങ്ങളിലെല്ലാം എന്ത് വേഷവും കിട്ടാനായിട്ട് തയ്യാറാകുന്ന ഒരാളാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഒരിത്, പുള്ളി ഈ പറയുന്ന കാക്കനാട് പ്രസിൻ്റെ MD ആയിട്ടിരിക്കുന്ന സമയത്താണ് സ്കൂളുകളിലേക്ക് കൊടുക്കുന്ന ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്ത് വരുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത്. പിന്നെ പുള്ളി ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ഇരിക്കുന്ന സമയത്താണ്, ട്രാഫിക്കിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ സൈൻ ബോർഡുകളും അതുപോലെ തന്നെ ബോർഡുകളിൽ ഈ വേഗത കുറയ്ക്കൂ, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നൊക്കെയുള്ള സംഭവങ്ങളെല്ലാം എഴുതി വെക്കുന്നത്. അതിൻ്റെ അതൊക്കെ അന്ന് കുറേ ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഫണ്ട് അടിച്ചു മാറ്റാനായിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക, ആ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുക, ഫണ്ട് അടിച്ചു മാറ്റുക, കാണുമ്പോൾ ആൾക്കാർക്ക് ഇത് പുള്ളിയുടെ ഭരണപരിഷ്കാരമായിട്ട് ഫീൽ ചെയ്യുക. ഇത് യഥാർത്ഥത്തിൽ പുള്ളിക്ക് ആവശ്യമുള്ള സാധനം എടുക്കാനായിട്ട് പുള്ളി ഉണ്ടാക്കുന്ന ഒരു സംവിധാനം. പുള്ളി ഈ ബബ്കോന്റെ MD ആയിരിക്കുന്ന സമയത്താണ് ഈ വീടുകളിൽ മദ്യത്തിച്ചു കൊടുക്കുന്ന സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വരുമാനം കിട്ടും എന്നുള്ളതാണ്. ആളുകളെ ഇനി തടഞ്ഞു നിർത്തിയിട്ട് മദ്യം മേടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുമായിരുന്നു അദ്ദേഹം പിന്നെയും തുടർന്നിരുന്നെങ്കിൽ. അതുകൊണ്ട് എങ്ങനെ പറഞ്ഞാലും തച്ചങ്കരി എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിലെ പോലീസ് ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും.